ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കീർത്തനാർജുൻ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ ബാഗ് എസെൻഷ്യൽസിനെ കുറിച്ചിട്ടാണ്. ആക്ച്വലി ഇതൊരു ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ അല്ല, പക്ഷെ ഞാൻ എന്തൊക്കെയാണ് എന്റെ ഹോസ്പിറ്റൽ ബാഗിൽ ഇൻക്ലൂഡ് ചെയ്തത്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് യൂസ്ഫുൾ ആയി, ഏതൊക്കെ കാര്യങ്ങൾ എനിക്ക് യൂസ് ആയില്ല എന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കെങ്കിലും അത് കുറച്ചൊക്കെ ഹെൽപ്ഫുൾ ആവുമല്ലോ. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ആക്ച്വലി ഞാൻ പ്രഗ്നന്റ് ആയിട്ടിരുന്ന ടൈമിൽ ഞാൻ ഒരുപാട് വാട്ട്സ് ഇൻ മൈ ഹോസ്പിറ്റൽ ബാഗ് കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ എനിക്ക് അത്യാവശ്യമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതേ ഞാൻ ഇങ്ങനത്തെ ഒരു ബുക്കിൽ അത് ഒരു ലിസ്റ്റ് ആയിട്ട് എഴുതി വെച്ചിരുന്നു. എനിക്ക് വേണ്ടിയിട്ട് ഒരു ലിസ്റ്റ്, ബേബിക്ക് വേണ്ടിയിട്ട് ഒരു ലിസ്റ്റ്, അങ്ങനെ 2 ലിസ്റ്റ് ആയിട്ടാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നത്. അപ്പൊ അതനുസരിച്ചിട്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തത്. അപ്പൊ ഇതിൽ എനിക്ക് ഏതൊക്കെ കാര്യങ്ങൾ യൂസ്ഫുൾ ആയി, ഏതൊക്കെയായിരുന്നു നല്ല പ്രൊഡക്ട്സ് എന്നൊക്കെ എനിക്ക് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, മിക്ക ഹോസ്പിറ്റൽസും അവർക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും. അവർ നമുക്കൊരു ചെക്ക് ലിസ്റ്റ് തരും, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവരണം, ഇന്ന കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. ഞാൻ ആക്ച്വലി നമ്മൾ തൊടുപുഴയുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് ഡെലിവറി ആയത്. അപ്പൊ അവര് നമുക്ക് അവിടുന്ന് ബേബിക്ക് വേണ്ടിയിട്ട് ഒരു റിസീവിംഗ് ടവല്, ഒരു പാക്ക് ഡയപ്പർ, പിന്നെ ഒരു കുട്ടിയുടുപ്പും അവർ തരുമായിരുന്നു. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരു മാറ്റർനിറ്റി പാഡും അവർ പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. പിന്നെ വേറെ കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള കൊണ്ടുവരാനാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാണോ കാണിക്കുന്നത്, അപ്പൊ ഫസ്റ്റ് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളൊരു ലിസ്റ്റ് ആദ്യം എടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് കോഴ്സ് നമ്മൾ പാക്ക് ചെയ്യേണ്ടത് നമ്മുടെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും എടുത്തു വെക്കുക. പിന്നെ ഇനി ഫസ്റ്റ് ഞാൻ ബേബിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയാം കേട്ടോ. ഇങ്ങനെ ഒരു ലിസ്റ്റ് ആക്കിയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതില് ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് ഫേസ് ടവലാണ്. അപ്പൊ ഫേസ് ടവൽ നമ്മൾ മസ്റ്റ് ആയിട്ടും എടുത്തു വെക്കേണ്ട ഒരു കാര്യമാണ്. ആക്ച്വലി അത് ഫേസ് ടവൽ അല്ലെങ്കിൽ വാഷ് ക്ലോത്ത് എന്നും പറഞ്ഞിട്ടാണ് ഞാൻ മിക്ക പ്രോഡക്ട്സും ആമസോണിൽ നിന്നാട്ടോ വാങ്ങിച്ചത്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓഫ്ലൈൻ ആയിട്ട് സ്റ്റോറിൽ പോയും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം ഏതൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതെന്നുള്ളത്. അപ്പൊ ഫസ്റ്റത്തെ നമ്മൾ ഹോസ്പിറ്റൽ ബാഗിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഫേസ് ടവലാണ്. ഞാൻ 2 പ്രൊഡക്ട്സിന്റെ വാങ്ങിച്ചിരുന്നു. ഒന്ന് ലവ് ലാപ്പിന്റെ വാങ്ങിച്ചിരുന്നു, പിന്നെ ഒന്ന് മോം കെയറിന്റെ വാങ്ങിച്ചിരുന്നു കേട്ടോ. അപ്പൊ ലവ് ലാപ്പിന്റെ എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ്. ഒരു 7 എണ്ണത്തിന്റെ പാക്ക്. മോം കെയറിന്റെ ഒരു 5 എണ്ണത്തിന്റെ പാക്കാണ്. അപ്പം ഏതാണ് നല്ലതെന്ന് അറിയാത്തതുകൊണ്ട് 2 എണ്ണം വാങ്ങിച്ചിരുന്നു. അതിൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ലവ് ലാപ്പിന്റെ ആട്ടോ. കാരണം ലവ് ലാപ്പിന്റെ എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ്, ഭയങ്കര ഹാൻഡി ആണ് നമുക്ക്. മറ്റേത് ആക്ച്വലി മോം കെയറിന്റെ ഒരു മസ്ലിൻ കോട്ടൺ ആയിട്ടുള്ള മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടവലാണ്. പക്ഷെ അതെന്താ പ്രശ്നം വെച്ചാൽ അത്ര ഹാൻഡി അല്ല, അത്യാവശ്യം തിക്കാണ് അത്. പിന്നെ നമുക്ക് വായൊക്കെ, അതായത് ഫീഡ് ചെയ്ത് കഴിയുമ്പോൾ ബേബീസിന് എപ്പോഴും നമുക്ക് വായിക്കൊന്ന് തുടച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ തുടച്ചു കൊടുക്കണമെങ്കിലും മറ്റേ ലവ് ലാപ്പിന്റെ ആണെങ്കിൽ കുറച്ചും കൂടെ ഹാൻഡി ആയിട്ട് നമുക്ക് കയ്യിൽ ഒതുങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ചില പിള്ളേരുടെ എന്ന് പറയുന്നത് ഈ കണ്ണീന്ന് വെള്ളം വരികയൊക്കെ ചെയ്യും. അപ്പൊ നമുക്ക് കണ്ണ് തുടയ്ക്കാനൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതാണ്, എളുപ്പത്തിൽ നമുക്ക് മുഖം വൈപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ അതാണ്. അപ്പൊ ഞാൻ ഇവിടെ ലവ് ലാപ്പിന്റെ മെൻഷൻ ചെയ്യാം, മോം കെയറിന്റെ ഞാൻ വാങ്ങിച്ചത് ഇവിടെ മെൻഷൻ ചെയ്യാം. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് ആക്ച്വലി ലവ് ലാപ്പിന്റെ ടവൽ എന്ന് പറയുന്നത്. ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നമുക്ക് എത്ര സ്മോൾ ആയിട്ട് വേണമെങ്കിലും ഫോൾഡ് ചെയ്ത് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. പക്ഷെ മോം കെയറിന്റെ എന്ന് പറയുന്നത് ആക്ച്വലി കണ്ടോ, ഇച്ചിരി കൂടെ വലിയ സൈസാണിത്. വലിയ സൈസുമാണ്, അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടോ. കട്ടിയുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ മടക്കി നമുക്ക് കണ്ണൊക്കെ തുടയ്ക്കാൻ, കുറച്ച് വാ തുടയ്ക്കാൻ ഓക്കെയാണ്, പക്ഷെ ഈ കണ്ണൊക്കെ നമുക്ക് ഒപ്പിക്കൊടുക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ അതാണ് ഫസ്റ്റ് ഞാൻ പാക്ക് ചെയ്ത ഒരു ഐറ്റം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത് ബേബി വൈപ്സ് ആണ്. ബേബി വൈപ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മദർസ് പേഴ്സിന്റെ ആണ് ഞാൻ മെയിൻ ആയിട്ടും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് 99% വാട്ടർ ആണ്. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തേക്കാം മദർസ് പേഴ്സിന്റെ. അത് ഞാൻ ആമസോൺ വഴിയായിട്ടും വാങ്ങിച്ചത്. ഒരു 3 എണ്ണത്തിന്റെ പാക്ക് ആയിരുന്നു. അപ്പൊ നമുക്ക് എന്തോ ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ അതാണ് വാങ്ങിച്ചത്. ഞാൻ ആക്ച്വലി പോപ്പീസിന്റെ യൂസ് ചെയ്തിട്ടുണ്ട്, ഹിമാലയയുടെ യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ജോൺസന്റെ, ബേബി കെർമീമി ഒക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് അതിലൊക്കെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് മദർസ് പേഴ്സിന്റെയാണ്. കാരണം അത് ഭയങ്കര തിക്കാണ്, പിന്നെ പ്രോപ്പർ വാട്ടർ കണ്ടന്റ് ആണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ്. മറ്റേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷെ ഞാൻ അത് യൂസ് ചെയ്തപ്പം എനിക്ക് കുറച്ച് ഈ സോപ്പിന്റെ പത പോലെയൊക്കെ തോന്നി. ഭയങ്കര ഫ്രാഗ്രൻസ് ഉണ്ട്, അത് വേറൊരു കാര്യം. പിന്നെ ഒരു പച്ചപ്പ് പോലെ, അതായത് നമുക്ക് സോപ്പിന്റെ ഒക്കെ ഒരു ഇതില്ലേ, അതുപോലെ എനിക്കൊരു ഫീൽ ചെയ്തു, കുറച്ച് സോപ്പി ആയിട്ട്. പക്ഷെ മദർസ് പേഴ്സിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ വാട്ടർ തന്നെയാണ്. നമുക്കത് വൈപ്പ് ചെയ്യാനും, ബേബീസ് നമുക്ക് എന്താണെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ ആയിരിക്കുന്ന ടൈമിൽ നമുക്ക് അവരെ കുളിപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പൊ നമുക്ക് അവരെ തുടപ്പിച്ചെടുക്കേണ്ടി വരും. അപ്പൊ ഈ മദർസ് പേഴ്സിന്റെ ആണെങ്കിൽ ഫുൾ ബോഡി നമുക്ക് തുടച്ചെടുക്കാനൊക്കെ നല്ലതാണ്. അപ്പൊ അതാണ് ഞാൻ സെക്കൻഡ് ആയിട്ട് ബേബി വൈപ്സ് ആയിട്ട് വാങ്ങിച്ചത്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഡയപ്പേഴ്സ് ആണ്. ഡയപ്പേഴ്സ്
ആക്ച്വലി ഞാൻ എന്റെ ഹോസ്പിറ്റൽ ബാഗിലേക്ക് ഡയപ്പേഴ്സ് മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ. പിന്നെ കുറച്ചൊരു നമ്മൾ വെള്ളത്തുണിയില്ലേ അത് കൊണ്ടുപോയി ഒരു 3-4 പക്ഷെ അത് യൂസ് ആയില്ല കേട്ടോ. കാരണം മിക്ക ഹോസ്പിറ്റൽസിൽ ഇപ്പൊ ഈ കഴുകി ഉണക്കുന്ന സംവിധാനങ്ങളൊന്നും ഇല്ല. അപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിലും ഇല്ലായിരുന്നു. അപ്പൊ നമ്മള് ഹോസ്പിറ്റലിലായിരുന്ന ആ ഒരു 3 ദിവസം മെയിൻ ആയിട്ട് നമ്മൾ ഡയപ്പർ മൂന്ന് ദിവസം ഡയപ്പർ തന്നെയാണ് യൂസ് ചെയ്തത്. നമുക്ക് കഴുകി ഉണക്കാനൊന്നും സൗകര്യം ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, റാഷസും ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ ഉപയോഗിച്ചത് പാമ്പേഴ്സിന്റെ കേട്ടോ, ന്യൂ ബോൺ സൈസിലുള്ള പാമ്പേഴ്സിന്റെ ഡയപ്പേഴ്സ് ആണ്. അത് നമ്മൾ ഈ ടേപ്പ് ചെയ്യുന്ന, അതായത് നമുക്ക് ചിലത് പാന്റ് മോഡലും ഉണ്ട്, ചിലത് ടേപ്പിംഗും ഉണ്ട്. ടേപ്പിംഗ് ആണ് ന്യൂ ബോൺസിന് ഏറ്റവും നല്ലത് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈമിൽ ബേബീസിന് എന്താണ് ഈ സൂസു മോഷനൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. എപ്പോഴും ഒരു 1, 2 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മള് മെയിൻ ആയിട്ടും ഊരാനും ഇടാനും ഒക്കെ നമുക്ക് എളുപ്പം ഈ ടേപ്പ് വരുന്നതാണ്. അപ്പൊ എളുപ്പത്തിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ മതിയല്ലോ. മറ്റേ നമ്മൾ എപ്പോഴും വലിച്ച് ഊരുക ഇടാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോഴും ഇപ്പൊ എന്റെ ബേബി 3 months ആയി. ഇപ്പോഴും ഞാൻ ടേപ്പിംഗ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ന്യൂ ബോൺ സൈസിലുള്ള അതായത് യെല്ലോ കളർ പാക്കറ്റ് ആട്ടോ ഇവിടെ മെൻഷൻ ചെയ്യാം. അത് തന്നെ നിങ്ങൾ നോക്കി വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക പാമ്പേഴ്സിന്റെ. എനിക്ക് ഉപയോഗിച്ചിട്ട് പ്രത്യേകിച്ച് റാഷസും കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് എന്റെ ഹോസ്പിറ്റൽ ബാഗിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത ഡയപ്പർ പാമ്പേഴ്സിന്റെ ആയിരുന്നു, ന്യൂ ബോൺ സൈസ് കേട്ടോ. പിന്നെ അടുത്തത് പിന്നെ ഞാൻ ഹോസ്പിറ്റൽ ബാഗിന് വേണ്ടി വാങ്ങിച്ചതല്ല, അല്ലാതെ തന്നെ ഞാൻ ക്ലോത്ത് ഡയപ്പേഴ്സും വാങ്ങിച്ചിരുന്നു. ഞാൻ അത് വീട്ടിൽ വെക്കുക ചെയ്ത് അത് അങ്ങോട്ട് കൊണ്ടുപോയൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. പക്ഷെ ഞാൻ അത് സ്ട്രോങ്ലി നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സൂപ്പർ ബോട്ടംസിന്റെ ആട്ടോ ഞാൻ വാങ്ങിച്ചത്. അവരുടെ ലെങ്കോട്ട്സും ഉണ്ട്, ക്ലോത്ത് ഡയപ്പേഴ്സും ഉണ്ട്. ഞാൻ ലെങ്കോട്ടും വാങ്ങിച്ചിരുന്നു, ക്ലോത്ത് ഡയപ്പറും വാങ്ങിച്ചിരുന്നു. ലെങ്കോട്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ വാങ്ങിച്ച ടൈമിൽ 12 എണ്ണം അങ്ങനെ എന്തോ ഉള്ളൊരു സെറ്റ് ആയിരുന്നു. ന്യൂ ബോൺ സൈസ് സ്മോൾ സൈസ് ആണ് നമ്മൾ വാങ്ങിച്ചത്. അതെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ കൂടുതലും ഡയപ്പേഴ്സിനേക്കാൾ കൂടുതൽ തുണിയാണ് ഉടുപ്പിക്കുക അല്ലെ. അപ്പൊ തുണി ഉടുപ്പിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മൂത്രമൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഫുള്ള് നിലത്താവും, അവിടെ ആവാം നമ്മുടെ മേത്താവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെങ്കോട്ട് ഒരെണ്ണം സൂപ്പർ ബോട്ടംസിന്റെ എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ നമ്മൾ ഒരു കോട്ടൺ ക്ലോത്ത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അവർ ഉടുപ്പിക്കും. അപ്പൊ എന്താ നമുക്ക് എളുപ്പമാണ്, ഒരു 2 യൂറിനെങ്കിലും അത് ഹോൾഡ് ചെയ്യും. അങ്ങനെ ഒത്തിരി ലീക്ക് ആവത്തുമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ക്ലോത്ത് ഡയപ്പേഴ്സ് യൂസ് ചെയ്യും. അതാകുമ്പോൾ ഇപ്പൊ ആരെങ്കിലും നമ്മൾ വിസിറ്റ് ചെയ്യാൻ വരുമ്പോഴേക്കാണെങ്കിൽ നമുക്ക് ബേബിനെ ഒന്ന് കൊടുക്കണമെങ്കിൽ ഈ തുണി ഉടുപ്പിച്ച് കൊടുക്കുമ്പോൾ അതൊരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ എപ്പോഴും നമുക്ക് ഡയപ്പേഴ്സും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ ക്ലോത്ത് ഡയപ്പേഴ്സ് അതും ടൈപ്പ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ അത് ഞാൻ വാങ്ങിച്ചിരുന്നു. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ബേബി ഡ്രൈ ഷീറ്റ് ആണ് കേട്ടോ. ഡ്രൈ ഷീറ്റും ഞാൻ ലവ് ലാപ്പിന്റെ തന്നെയാണ് വാങ്ങിച്ചത്, ഇവിടെ കൊടുത്തേക്കാം. അത് ആക്ച്വലി ഞാൻ വാങ്ങിച്ചത് ഡ്രൈ ഷീറ്റ് എന്ന് പറയുന്നത് ബെഡ് പ്രൊട്ടക്ടർ ആണ് കേട്ടോ. അപ്പൊ നമ്മളൊരു ബെഡ്ഷീറ്റിന്റെ അടിയിൽ നമ്മൾ അത് വിരിച്ചിട്ട് കിടത്തുക. അപ്പൊ നമുക്ക് യൂറിനൊന്നും ബെഡിലേക്ക് പോവാതെ അത് ഹെൽപ്പ് ചെയ്യും. അതും മസ്റ്റായിട്ടും നിങ്ങൾ ഒരെണ്ണം കൈ കരുതുക ഹോസ്പിറ്റൽ ബാഗിൽ. കാരണം നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരെണ്ണം അങ്ങ് വിരിച്ചിട്ട് അങ്ങ് കിടത്താം. ഓക്കെ, ഡ്രൈ ഷീറ്റ് ആണ് പിന്നെ ഞാൻ മേടിച്ചത്. അടുത്തതെന്ന് പറയുന്നത് സ്വാഡിൽ ബ്ലാങ്കറ്റ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഞാൻ ഹൗസ് ആൻഡ് കിൻഡർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ഒരു 3 എണ്ണം വരുന്ന ഒരു സെറ്റ് ആണ് വാങ്ങിച്ചത്. അത് ആക്ച്വലി ഭയങ്കര ബ്രീത്തബിൾ ഫാബ്രിക് ആട്ടോ. കാരണം എന്റെ ബേബി ജാനുവരിയിലാണ് ഉണ്ടായത്. അപ്പൊ ആ ഒരു ടൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ചൂടാണ് അല്ലെ. അപ്പൊ ഒത്തിരി ഈ കട്ടിയുള്ള ഇതൊക്കെ വെച്ച് നമ്മൾ സ്വാഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഭയങ്കര ചൂടായിരിക്കും, ഓവർ ഹീറ്റിംഗ് ഉണ്ടാവും. അപ്പം ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്ന ഹൗസ് ആൻഡ് കിൻഡറിന്റെ ഭയങ്കര ബ്രീത്തബിൾ ആണ്, നല്ല സുഖമാണ്. അത് വെച്ച് സ്വാഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അവന്മാർ നല്ലോണം കിടന്ന് ഉറങ്ങുകയും ചെയ്യും. കാരണം നമുക്കറിയാം ഈ ജനിച്ച് വീഴുമ്പോൾ തന്നെ നമുക്ക് ഇവർക്ക് സ്റ്റാർട്ടർ റിഫ്ലെക്സ് എന്ന് പറഞ്ഞ ഒരു റിഫ്ലക്ഷൻ, അപ്പൊ നമ്മൾ എപ്പോഴും കൈയും കാലും ഇങ്ങനെ ഞെട്ടിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ അത് കാരണം നമ്മളൊന്ന് ഉറക്കാൻ കിടത്തി കഴിഞ്ഞാൽ ഞെട്ടൽ കാണുമ്പോൾ അപ്പൊ തന്നെ ഞെട്ടി എണീക്കും. അതുകൊണ്ട് നമ്മൾ ഈ സ്വാഡിൽ ചെയ്തിട്ട് കിടത്തുവാണെങ്കിൽ അവര് നല്ലോണം കിടന്ന് ഉറങ്ങിക്കോളും. പിന്നെ ഞാൻ വാങ്ങിച്ചത് ബർക്ക് ക്ലോത്ത് ആണ്. ആക്ച്വലി അത് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു, അത് ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത് ടൈഡി സ്ലീപ്പ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിനെയാണ് വാങ്ങിച്ചത്. യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും കേട്ടോ, പക്ഷെ എനിക്കത് ഒട്ടും യൂസ്ഫുൾ ആയില്ല. കാരണം നമ്മൾ ബർക്ക് ക്ലോത്ത് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ബർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ തോളത്തിട്ടിട്ട് വാവേനെ വെച്ച് നമ്മൾ ബർക്ക് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ നമ്മൾ ഈ ബർക്ക് ക്ലോത്ത് ഒന്നും തപ്പി പോകത്തില്ല. ഇപ്പൊ എന്താണുള്ളത്, ഒന്നില്ലെങ്കിൽ ഒരു ടർക്കി എടുത്തിടുക, അത് വെച്ചിട്ട് കൂട്ടാം. ആദ്യമൊക്കെ അതും ഉണ്ടാവും, പിന്നെ ടർക്കിയും ഇല്ല, നമ്മൾ വെറുതെ എടുത്തിട്ട് അങ്ങ് കൊട്ടുകയുള്ളൂ. അപ്പം ബർക്ക് ക്ലോത്ത് എനിക്ക് ആക്ച്വലി യൂസ്ഫുൾ ആയിരുന്നില്ല. ഇനി നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. പിന്നെ അടുത്തത് ബേബി ബ്ലാങ്കറ്റ്സ് നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ ഒന്ന് റിസീവിംഗ് ടവലായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് മെയിൻ ആയിട്ടും കൊണ്ടുപോവുക. അതും നമ്മൾ ശ്രദ്ധിക്കാട്ടോ. ബ്ലാങ്കറ്റ്സ് മേടിക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ക്ലൈമറ്റിലാണ്, അതായത് ഇപ്പൊ മഴക്കാലത്താണോ വേനൽക്കാലത്താണോ ഏത് ടൈമിലാണ് നമ്മുടെ ബേബി ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. കാരണം ഈ വേനൽക്കാലത്ത് നമുക്ക് ഒരുപാട് ഫെറൊക്കെ ഉള്ള ബ്ലാങ്കറ്റ് കൊണ്ട് നമ്മൾ അവർ പൊതിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ഓവർ ഹീറ്റഡ് ആവും. കാരണം എന്റെ ബേബി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇച്ചിരി നേരം നമ്മൾ പുറത്ത് കൊണ്ടുപോകുമ്പോൾ തന്നെ തലയൊക്കെ ഫുള്ള് വേർക്കും. അപ്പൊ ഈ ടർക്കി ഒന്നും
ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അവന് യൂസ് ചെയ്യുന്നില്ല, പക്ഷെ ആദ്യമൊക്കെ നമ്മൾ യൂസ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പൊ അതും ഭയങ്കര നൈസ് ആയിട്ടുള്ള ടർക്കീസ് ആണ്. അത് ഞാൻ ആക്ച്വലി ഓൺലൈൻ അല്ല വാങ്ങിച്ചത്, ഞാൻ എല്ലാം തന്നെ ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ സ്റ്റോറിൽ പോയി ബേബി ഹഗ്ഗിന്നാണ് മേടിച്ചത്. അത് 2-3 ഒക്കെ പാക്ക് ആയിട്ട് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് വാങ്ങിച്ചത് കേട്ടോ. അത് നമ്മൾ നോക്കിയെടുത്താൽ മതി. നൈസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ട്, മെറ്റീരിയൽ നല്ല ബനിയൻ പോലത്തെ ഒരു മെറ്റീരിയലാണ് നമ്മൾ ടർക്കി മേടിച്ചത്. അതാകുമ്പോൾ നമുക്ക് ഒത്തിരി അവർക്ക് ചൂടെടുക്കത്തുമില്ല. അങ്ങനത്തെ ഒരു ഹാൻഡി ആയിട്ടുള്ള ടർക്കിയാണ് മേടിച്ചത്. പിന്നെ നമ്മൾ ടർക്കി മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഹോസ്പിറ്റലിൽ നമ്മൾ 3 ദിവസമാണ് സ്റ്റേ എങ്കിൽ 3 ടർക്കിയും കൊണ്ട് പോയിട്ട് കാര്യമില്ല. ടർക്കി എപ്പോഴും നമുക്ക് യൂസ് ആവും. കാരണം ഹോസ്പിറ്റലിലാണെങ്കിലും അവരെ വാക്സിൻ എടുക്കാൻ കൊണ്ടുപോവുക, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റിന് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഹിയറിംഗ് ടെസ്റ്റ്, അത് ഇത്. പിന്നെ മഞ്ഞപ്പൊക്കമുള്ള ബേബീസ് ആണെങ്കിൽ എന്താ പറയുക, നമ്മൾ ഫോട്ടോതെറാപ്പിക്ക് കൊണ്ടുപോകുക. എപ്പോഴും നമ്മൾ ഈ ടർക്കി പൊതിഞ്ഞിട്ടായിരിക്കും ബേബീസിനെ കൊടുക്കുക. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു 2 ടർക്കിയെങ്കിലും മിനിമം നമ്മൾ എക്സ്ട്രാ ആയിട്ട് കരുതണം. കാരണം അവരുടെ ശൂശവും മോഷണമൊക്കെ അതിലാവാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു എക്സ്ട്രാ ടവൽ അല്ലെങ്കിൽ ടർക്കി നമ്മൾ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാം. ഓക്കെ, പിന്നെ ഞാൻ വാങ്ങിച്ചതാണ് ഡ്രസ്സ്, ബേബി ഡ്രസ്സസ്. അതും ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ചിട്ട് നമ്മൾ എപ്പോഴും ഡ്രസ്സസ് മേടിക്കുക. കാരണം ഈ നമ്മൾ ഒത്തിരി കൈയുള്ള ഡ്രസ്സും ഒക്കെ മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കര ചൂടുള്ള ടൈമിലാണെങ്കിൽ അതൊക്കെ ഇടുന്ന അവർക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് ഇനീഷ്യൽ ഡേയ്സിൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ കെട്ടുടുപ്പില്ല, നല്ല കോട്ടന്റെ കെട്ടുടുപ്പ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല ബേബീസിനെ ഇടിപ്പിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഈ 1 സീസൺ റോംബേഴ്സും ഒക്കെ നമ്മൾക്ക് അതൊക്കെ ഇടിപ്പിച്ച് നമ്മൾ അവരെ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ല. അപ്പൊ നമ്മളത് വാങ്ങിക്കും. ഇപ്പൊ 1-2 ഒക്കെ ജസ്റ്റ് വാങ്ങിച്ചു വെക്കുക, കാരണം അത് വേസ്റ്റ് ആവും. ഇപ്പോഴും ഞാനൊരു 5 മറ്റേ ഫുള്ളായിട്ട് നമ്മുടെ കാലും കൈയൊക്കെ കവർ ചെയ്യുന്ന റോംബേഴ്സ് വാങ്ങിച്ചു വെച്ചിട്ട് ഇപ്പോഴും യൂസ് ചെയ്യാത്ത 2-3 എന്തോ ഉണ്ട്. 2 എന്തോ യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഇത്രയും ചൂടാണല്ലോ. അപ്പൊ ഈ ചൂടത്ത് നമ്മൾ ഫുള്ള് കൈയും കാലും ഒക്കെ കെട്ടി വയ്ക്കുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര അസ്വസ്ഥത. എന്റെ ബേബി എന്ന് പറഞ്ഞാൽ എപ്പോഴും കൈയൊക്കെ അങ്ങ് ഫ്രീ ആയിട്ടിരിക്കണം. മുടി കെട്ടി വെച്ച് കഴിയുമ്പോഴത്തേക്കും കിടന്ന് ബഹളം വെക്കും. അപ്പൊ നമ്മൾ അതൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് എങ്ങനെയാണ് നമ്മുടെ ബേബീസ്, അവർക്ക് തണുപ്പ് കൂടുതലാണോ ചൂട് കൂടുതലാണോ എന്നൊക്കെ അറിഞ്ഞിട്ട് ഇത് വീണ്ടും എക്സ്ട്രാ മേടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ആദ്യം നിങ്ങൾ 1-2 ജസ്റ്റ് വാങ്ങിച്ചു വെക്കുക, അതൊക്കെ ഒന്ന് ഇട്ട് കാണാനുള്ള കൊതിയുണ്ടെങ്കിൽ. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇപ്പം ഡ്രസ്സുകൾ നിങ്ങൾ അത് നോക്കി മേടിക്കുക. പിന്നെ മിറ്റൻസ്, ക്യാപ്സ്, ബൂട്ടീസ്, അതും ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഒത്തിരി പെയർ വാങ്ങിച്ചു വെച്ചു. ഒരു 3-4-5 പെയർ വാങ്ങിച്ചു വെച്ചിരുന്നു. പക്ഷെ അതിൽ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ മാത്രം 1 ടൈം അത് യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അത് യൂസ് ചെയ്തിട്ടേ ഇല്ല. തൊപ്പി വെച്ച് കഴിയുമ്പോഴത്തേക്കും തല ഫുള്ള് വേർക്കുമായിരുന്നു, തൊപ്പിയുടെ അകത്തും ഫുള്ള് വേർപ്പായിരുന്നു. അപ്പം നമ്മൾ തൊപ്പി ആദ്യം അവോയ്ഡ് ചെയ്തു. പിന്നെ കയ്യിൽ നമ്മൾ ആക്ച്വലി കയ്യിൽ ഈ മിറ്റൻസ് ഒക്കെ ഇടുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് അവർക്ക് നഖം ഉണ്ടെങ്കിൽ അത് മേത്തൊക്കെ കൊണ്ട് പോറാതിരിക്കും. അതിനാണ് മെയിനായിട്ട് നമ്മളത് ഇടുന്നത്. പക്ഷെ അത് ഇടുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു എന്റെ ബേബിക്ക്. അവൻ ഇങ്ങനെ വലിച്ചു പറിക്കാനും ഒക്കെ നോക്കുമായിരുന്നു. അപ്പൊ അത് ഊരിക്കൊടുത്ത് കഴിയുമ്പോഴാണ് ആളൊന്ന് ഹാപ്പി ആവുന്നത്. അപ്പം അതും ഇടിപ്പിച്ചില്ല. പിന്നെ ബൂട്ടീസ് ആണ് പിന്നെയും നമ്മൾ എപ്പോഴും ഒന്നും ഇടിപ്പിച്ചിട്ടില്ല. അതും വല്ലപ്പോഴും ഒക്കെ ജസ്റ്റ് ഒന്ന് ഇടിപ്പിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പുറത്തൊക്കെ പോകുമ്പോൾ ജസ്റ്റ് കാലിലൊന്ന് ഇടിപ്പിച്ച് കൊണ്ടുപോകാനേ ഉള്ളൂ. അല്ലാണ്ട് സ്ഥിരമായിട്ടൊന്നും അത് യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഈ ഡ്രസ്സ്, ടർക്കീസ്, അതുപോലെ മിറ്റൻസ്, ബൂട്ടീസ്, ക്യാപ്സ്, ഇതൊക്കെ നിങ്ങൾ നോക്കുക നമ്മുടെ ബേബിയുടെ ഒരു നേച്ചർ എങ്ങനെയാണ് എന്ന്. എന്നിട്ട് വേണം ഇതൊക്കെ കൂടുതൽ മേടിക്കുക. ആദ്യം ഇതൊക്കെ ജസ്റ്റ് ഒരു പെയർ അല്ലെങ്കിൽ 2 പെയർ വെച്ചിട്ട് നിങ്ങൾ വാങ്ങിച്ചോളാം. ഓക്കെ, അപ്പൊ അതൊക്കെയാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഹോസ്പിറ്റൽ ബാഗിലേക്ക് ഞാനതൊന്നും പാക്ക് ചെയ്തിട്ടില്ല കേട്ടോ. സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആകെ ഹോസ്പിറ്റൽ ബാഗിലേക്ക് കൊണ്ടുപോയതെന്ന് പറയുന്നത് റാഷ് ക്രീമാണ്. അത് നമ്മുടെ സെബാമെഡിന്റെ റാഷ് ക്രീമാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് അത്യാവശ്യം നല്ലൊരു റാഷ് ക്രീം ആട്ടോ. നമ്മൾ ഡയപ്പർ അല്ലേ 3-4 ദിവസത്തേക്ക് യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട്. അപ്പം ഈ ഡയപ്പർ ഊരുന്ന സമയത്ത് ഇച്ചിരി അങ്ങ് പറ്റിക്കൊടുക്കും. അങ്ങനെ റാഷസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സെബാമെഡിന്റെ ആണ് റാഷ് ക്രീം. അത് മാത്രമേ ഞാൻ ആക്ച്വലി എന്റെ ഹോസ്പിറ്റൽ ബാഗിൽ വെച്ച് കൊണ്ടുപോയിട്ടുള്ളൂ. കാരണം നമ്മൾ കുളിപ്പിക്കുന്നൊന്നുമില്ല. പിന്നെ വീട്ടിൽ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, നമ്മുടെ മോയ്സ്ചറൈസർ, ബോഡി വാഷ്, അതൊക്കെ യൂസ് ചെയ്യുന്നത്. അതൊക്കെ ഞാൻ ഓൺലൈനായിട്ട് തന്നെയാണ് വാങ്ങിച്ചത്. ബോഡി വാഷ് ഉപയോഗിക്കുന്നത് അവീനോ ബേബിയുടെ ആണ്. ഓട്സിന്റെ കണ്ടന്റ് ഒക്കെ ഉണ്ട് അതിൽ. അത് ആക്ച്വലി നല്ലൊരു ബോഡി വാഷ് ആട്ടോ. നല്ലോണം പതയും ഉണ്ട്. അത്യാവശ്യം നല്ലൊരു, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബോഡി വാഷാണ്. അതിന്റെ തന്നെ മോയ്സ്ചറൈസറും ആണ്. അതും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആട്ടോ. നമ്മൾ മേത്ത് ഇങ്ങനെ തേക്കുമ്പോഴത്തേക്കും അത് ഭയങ്കര സോഫ്റ്റ് ആണ്. അവീനോ ബേബിയുടെ തന്നെ മോയ്സ്ചറൈസറും ബോഡി വാഷും കം ഷാമ്പൂ രണ്ടും കൂടെ കൂടിയതാണ്, അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പൗഡർ നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യരുതെന്ന് പറയും. പക്ഷെ ഞാൻ ഈ നമ്മുടെ അരയുടെ ഭാഗത്തൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കും. അപ്പം അവിടെ നമ്മൾ സെബാമെഡിന്റെ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെന്താ, അത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആയിട്ട് ആക്ച്വലി വാങ്ങിച്ചത് കേട്ടോ. പിന്നെ നമ്മൾ ഫീഡിംഗ് ബോട്ടിൽ വാങ്ങിച്ചിരുന്നു. ഫീഡിംഗ് ബോട്ടിൽ ആക്ച്വലി യൂസ് വന്നിട്ടില്ല. കാരണം ഫീഡിംഗ് തന്നെയായിരുന്നു. നമ്മൾ ഫോർമുല മിൽക്ക് കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ബോട്ടിലിന്റെ ആവശ്യം നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ നമ്മൾ വാങ്ങിച്ചൊരു കാര്യം, അതും നമ്മൾ ഹോസ്പിറ്റൽ ബാഗിൽ വെച്ച് കൊണ്ടുപോയിട്ടൊന്നുമില്ല. അതെന്ന് പറയുന്നത് നമ്മുടെ ഡിറ്റർജന്റ് ആണ്. നമ്മൾ ചിക്കോയുടെ ഡിറ്റർജന്റ് ആണ്. ഏതാണ്, ഡെലിക്കേറ്റ് ഫ്ലവേഴ്സ് എന്നുള്ളൊരു ഇതിലുള്ള ചിക്കോയുടെ ഡിറ്റർജന്റ് ആണ്. നമ്മൾ ലോണ്ടറി വാഷ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത്. അതും വീട്ടിൽ വെച്ചേ ഉള്ളൂ. വീട്ടിൽ വരുമ്പോൾ നമ്മൾ കുട്ടിയുടുപ്പൊക്കെ കഴുകുന്നത്. പിന്നെ ഈ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്ത കാര്യങ്ങളെല്ലാം, ഡ്രസ്സുകളും ടർക്കിയും, അതെല്ലാം ആക്ച്വലി വാഷ് ചെയ്ത് നല്ലോണം അയൺ ചെയ്ത് നല്ലോണം മടക്കിയിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് കൊണ്ടുപോയത്.
കൊണ്ടുപോയത്. പിന്നെ ഞാൻ വാങ്ങിച്ച 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ സ്ലീപ്പിംഗ് നെസ്റ്റ്. അത് ആക്ച്വലി നമ്മൾ വാങ്ങിക്കുക. അതിൽ നമുക്ക് വാവേനെ ഹോസ്പിറ്റലിലാകുമ്പോൾ കിടത്തുകയും ചെയ്യാം, നമ്മൾ തിരിച്ച് വീട്ടിലേക്കൊക്കെ കൊണ്ടുവരും. അതിൽ തന്നെ കിടത്തി നമുക്ക് വീട്ടിലേക്ക് തിരിച്ച് കൊണ്ടുവരികയും ചെയ്യാം. ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോകണമെങ്കിൽ അതിൽ തന്നെ നമുക്ക് ബേബീനെ കിടത്തിക്കൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് വാവേനെ എടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് ആ ബേബി നെസ്റ്റിൽ തന്നെ വെച്ചിട്ട് നമുക്ക് അങ്ങ് കൊടുത്താൽ മതി. അപ്പം അത് ആക്ച്വലി മേടിച്ചത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ഞാൻ വാങ്ങിച്ചത് നമ്മുടെ സ്ലീപ്പിംഗ് മാട്രസ്, അതായത് നമുക്ക് മോസ്കിറ്റോ നെറ്റൊക്കെ ഉള്ള മാട്രസ് അല്ലേ, പക്ഷെ അതിൽ അവൻ കിടന്നിട്ടേ ഇല്ല കേട്ടോ. അത് വാങ്ങിച്ചത് വെറുതെ പോയി തന്നെ ഞാൻ പറയാം. കാരണം അങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് നമ്മൾ കിടന്നിട്ട് കുറച്ച് ഡിസ്റ്റൻസിലല്ലേ അവർ കിടക്കുന്നത്. അങ്ങനെ ഇഷ്ടമല്ലായിരുന്നു അവൻ എപ്പോഴും ഇങ്ങനെ ചേർന്ന് കിടക്കാനായിരുന്നു ഇഷ്ടം കേട്ടോ. ഭയങ്കരമായിട്ട് ഇങ്ങനെ ക്ലോസ് ആയിട്ട് കിടക്കുന്നതായിരുന്നു ഇഷ്ടം. അപ്പൊ ആ ഒരു മാട്രസിൽ അവൻ കിടന്നിട്ടേ ഇല്ലാതെ വെറുതെ പോയി വാങ്ങിച്ചത്. പിന്നെ ഞാൻ വാങ്ങിച്ച ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫീഡിംഗ് പില്ലോ നമുക്ക് അത്യാവശ്യം യൂസ്ഫുൾ ആണ്. ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജസിലൊക്കെ നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാ ഫീഡ് ചെയ്യുക, എങ്ങനെയാ പൊസിഷൻ ചെയ്യാനൊക്കെ. അപ്പൊ ഫീഡിംഗ് പില്ലോ ഉണ്ടെങ്കിൽ നമുക്കൊരു സപ്പോർട്ട്, നമുക്ക് ബേബിനെ ഇങ്ങനെ വെച്ചിട്ട് ഫീഡ് ചെയ്യാം. അപ്പൊ ഫീഡിംഗ് പില്ലോ ഒരെണ്ണം നിങ്ങൾ മസ്റ്റായിട്ടും ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുപോകും. പിന്നെ ഇപ്പൊ ഞാൻ ഫീഡിംഗ് പില്ലോ ഒന്നും ആക്ച്വലി യൂസ് ചെയ്യുന്നില്ല കേട്ടോ. പക്ഷെ ആദ്യത്തെ സമയത്ത് നമുക്ക് അറിയില്ല എങ്ങനെയാണ് ബേബിനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത്. അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് ഫീഡിംഗ് പില്ലോ യൂസ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ബേബിക്ക് വേണ്ടി വാങ്ങിച്ചത്. ഒന്നും മിസ്സായിട്ടില്ല എന്ന് തോന്നുന്നു വാങ്ങിച്ചത്. പക്ഷെ എല്ലാം തന്നെ ഹോസ്പിറ്റൽ ബാഗിലേക്ക് പാക്ക് ചെയ്തിട്ടില്ല. ഹോസ്പിറ്റൽ ബാഗിലേക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടേ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അടുത്തത് എനിക്ക് വേണ്ടി, അതായത് മദറിന് വേണ്ടി എന്തൊക്കെയാന്ന് വെച്ചാൽ നമുക്കറിയാലോ, ബ്രസ്റ്റ് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറെ ഗൗൺസ് ഞാൻ എടുത്തു വെച്ചിരുന്നു. അത് എല്ലാവരും മേടിക്കുന്നതായിരിക്കും. പിന്നെ ഫീഡിങ് ബ്രാസും പാൻറ്റീസും ഒക്കെ അതൊക്കെ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയായിരിക്കും, ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ നമ്മൾ മെയിൻ ആയിട്ടും മാറ്റർനിറ്റി പാഡ്സ്, അത് എവറീവിന്റെ ഡിസ്പോസിബിൾ പീരിയഡ് പാൻറ്റീസ് ഉണ്ട്. അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അങ്ങ് ക്ലീറ്റ് ചെയ്യാം. ഓക്കെ, അത് ഡിഫറെന്റ് സൈസിൽ വരുന്നുണ്ട്, സ്മോൾ ടു മീഡിയം ടു ലാർജ്. അപ്പൊ അതിൽ ഇത്ര സെന്റിമീറ്റർ ടു ഇത്ര സെന്റിമീറ്റർ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ പാൻറ്റീസിന്റെ സൈസ് അനുസരിച്ചിട്ടാണ് നമ്മളത് ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും എനിക്ക് തോന്നുന്നു ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് എവറീവിന്റെ പീരിയഡ് പാൻറ്റീസ് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു ഡെലിവറിക്ക് പോകുന്ന എല്ലാവരുടെയും കയ്യിൽ ഒരു പാക്കറ്റ്, ഒരെണ്ണത്തില് എനിക്ക് 10 എണ്ണം തോന്നുന്നു കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക, മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ഞാൻ വാങ്ങിച്ച ഒരു കാര്യമാണ് എന്താണ്, ഡിസ്പോസിബിൾ ബ്രസ്റ്റ് പാഡ്. ലവ് ലാപ്പിന്റെ ഡിസ്പോസിബിൾ ബ്രസ്റ്റ് പാഡ് ആണ് ഞാൻ വാങ്ങിച്ചത്. അത് ഈ പറഞ്ഞ പോലെ എനിക്ക് യൂസ്ഫുൾ ആയില്ല കേട്ടോ. കാരണം ചില കേസുകളിൽ നമുക്ക് ബ്രസ്റ്റിൽ നിന്ന് മിൽക്കിന്റെ ലീക്കിംഗ് ഉണ്ടാവും. അപ്പോഴാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചുവെങ്കിലും അതെനിക്ക് ഒട്ടും തന്നെ യൂസ്ഫുൾ ആയിട്ടില്ല. അത് യൂസ് ഉള്ളവരുണ്ടാകാം, അങ്ങനെയുള്ളവർ അത് ഒരെണ്ണം വേണമെങ്കിൽ മേടിച്ച് കൈവയ്ക്കുക. പക്ഷെ എനിക്കത് യൂസ്ഫുൾ ആയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ എന്താണ് വൈപ്സും കാര്യങ്ങളും ഒക്കെ ബേബീന്റെ തന്നെയാണ് യൂസ് ചെയ്തത്. പിന്നെ ഫുഡ് വെയർസ്, പിന്നെ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ മേക്കപ്പ് കിറ്റ് കാര്യങ്ങൾ, അതൊക്കെയാണ് എന്റെ ബാഗിൽ ഞാൻ പാക്ക് ചെയ്തത്. അപ്പൊ ഇത്രയായിരുന്നു എന്റെയും വാവയുടെ ഹോസ്പിറ്റൽ ബാഗിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത കാര്യങ്ങള്. ഞാൻ ഈ സ്ലീപ്പിംഗ് ബാഗ്, അതുപോലെ മാട്രസ്, നമ്മുടെ ഫീഡിംഗ് പില്ലോ, എനിക്ക് വേണ്ടിയിട്ടുള്ള ഗൗൺസ് കാര്യങ്ങള്, മാറ്റർനിറ്റി ബ്രാസ്, മാറ്റർനിറ്റി പാൻറ്റീസ്, ഇതെല്ലാം വാങ്ങിച്ചത് ഞാൻ ഓഫ്ലൈൻ ആയിട്ടാണ്. എനിക്കുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഓഫ്ലൈൻ ആയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതെല്ലാം വാങ്ങിച്ചത് സിവ മാറ്റർനിറ്റി വെയർ എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ. അവരുടെ ബ്രാഞ്ചസ് എനിക്ക് തോന്നുന്നു മൂവാറ്റുപുഴ, തൊടുപുഴ ഭാഗത്തൊക്കെ ഉണ്ട്. ഞാൻ തൊടുപുഴയുള്ള സിവ മാറ്റർനിറ്റി വെയർ എന്നാണ് ഈ കാര്യങ്ങളെല്ലാം വാങ്ങിച്ചത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സും ആയിരുന്നു അവരുടേത്. പിന്നെ ഞാൻ മേടിച്ച ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സ്റ്റാർ ആൻഡ് ഡേസിയുടെ ഒരു ഡൈപ്പർ ബാഗ്. ഇതാണ് കേട്ടോ ആ ഡൈപ്പർ ബാഗ്. അത്യാവശ്യം നല്ല ലാർജ് സൈസ് ആയിട്ടുള്ള ഒരു ഡൈപ്പർ ബാഗാണ്. വാവയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും ഇതില് കൊള്ളിക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ അത്യാവശ്യം കുറെ കമ്പാർട്ട്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇത്രയും ലാർജ് സ്പേസ് ആണ് കേട്ടോ. കുറെ സിബ് ഉണ്ട് ഇടയ്ക്ക്, പിന്നെന്താ കുറെ കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇവിടെയൊക്കെ കണ്ടോ, ഓരോരോ കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. സൈഡിലുണ്ട്, അങ്ങനെ ഒത്തിരി സ്പേസ് ഉണ്ട് ഈ ബാഗിന്റെ അകത്ത്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്. നമുക്ക് ഫീഡിങ് ബോട്ടിൽസും കാര്യങ്ങളും ഒക്കെ വെക്കണമെങ്കിൽ ഇതാണ്. ഇവിടെ കുറെ ബോട്ടിൽസ് ഒക്കെ നമുക്ക് വെക്കാം. ഇതിന്റെ അകത്ത് ഇങ്ങനെ ഒരു സിബ് ഉണ്ട്. പിന്നെ നമുക്കിപ്പോ നമ്മൾ അടിയിലേക്ക് വെച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ഈ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും അടിയിലേക്ക് വെച്ചേക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എല്ലാ സാധനങ്ങളും മുകളിൽ നിന്ന് എടുത്തിട്ട് വേണ്ട എടുക്കാൻ. ഇതാകുമ്പോൾ ഇങ്ങനെ അങ്ങ് ഡയറക്റ്റ്ലി എടുക്കുകയും ചെയ്യാം. പിന്നെ ഇവിടെ ഒരു സിബ് ഉണ്ട്. നമുക്ക് ഫോണോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ ഇവിടെ ഒരു സിബ് ഉണ്ട്. പിന്നെ നമുക്കിപ്പോ ട്രോളിയുടെ ഒക്കെ ഇടയ്ക്ക് നമുക്ക് വെക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സ്പേസും ഉണ്ട്. ഇതിലേക്ക് ട്രോളി ബാഗിലേക്ക് ഇതിങ്ങനെ ഇറക്കി വെക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പം ഇത് ഞാൻ വാങ്ങിച്ച ഒരു ബെസ്റ്റ് തിങ് ആയിരുന്നു.
ഒരു 8-ാം മാസമൊക്കെ ആകുമ്പോഴത്തേക്കും പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. നമ്മളെല്ലാം ഉണക്കി മടക്കി എടുത്തൊക്കെ വെക്കുമ്പോഴത്തേക്കും ഒത്തിരി സമയം എടുക്കും. അപ്പൊ നമ്മൾ ഒരു 8th മന്ത് ഒക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല എന്നത്തേക്കാണ് നമ്മുടെ ഡെലിവറി ഉണ്ടാവുക. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത് വാച്ച് ചെയ്ത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. ഓക്കെ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. ബൈ.